മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂലൈ 6 തിങ്കൾ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 6 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചവർ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ തന്നെയോ എന്ന് കോടതി പരിഗണിച്ചു തുടങ്ങിയിട്ട് പോലുമില്ലെന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നിയമം കാട്ടി നീതി നിഷേധം. 6 വർഷത്തോടടുക്കുമ്പോഴും വിചാരണ തടവിൽ തുടരുന്ന വിദ്യാർത്ഥി നേതാക്കൾക്ക് കോടതി വീണ്ടും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇനിയും ജാമ്യം നൽകാതിരിക്കുന്നത് നീതിയല്ലെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഡൽഹി കോടതി ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമ്മർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചത്. മറിച്ച് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള ഒരു ഉത്തരവ് നിലനിൽക്കെ ജാമ്യം നൽകാനാവില്ല എന്ന് പറഞ്ഞാണ്. ജാമ്യമാണ് നിയമം, ജയിലല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിലേതടക്കമുള്ള ജഡ്ജിമാർ. UAPA പ്രകാരം പോലും അനിശ്ചിത തടങ്കൽ ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയത് സുപ്രീം കോടതിയിലെ തന്നെ 2 അംഗ ബെഞ്ച്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് റഫർ ചെയ്ത ജാമ്യ വിഷയം പരിഗണിച്ച് തീർപ്പ് നൽകേണ്ടത് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന വിശാല ബെഞ്ച്. വിചാരണ നീണ്ടുപോകെ ജാമ്യപ്രശ്നം എത്രയും വേഗം തീർപ്പാക്കേണ്ട സുപ്രീം കോടതി ഇന്നുവരെ അത് നടപ്പാക്കിയിട്ടില്ല. അതിനിടയ്ക്ക് കോടതി തന്നെ ജാമ്യത്തിന് പുതിയ ഉപാധികൾ വെച്ചതും നാം കണ്ടു. ജാമ്യാപേക്ഷ തള്ളപ്പെട്ട് 1 വർഷം പൂർത്തിയാവുകയോ സാക്ഷി വിസ്താരം കഴിയുകയോ ചെയ്യാതെ മറ്റൊരു ജാമ്യാപേക്ഷ പരിഗണിക്കില്ല എന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ തവണ പറഞ്ഞത്. ജാമ്യമാണ് നിയമമെന്ന് പറയുകയും അതിന് പുതിയ തടസ്സങ്ങൾ വെക്കുകയും ചെയ്യുന്നതിന്റെ യുക്തി മനസ്സിലാക്കാൻ പ്രയാസം. ഭരണഘടനയുടെ 21-ാം വകുപ്പ് അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിനും നീതിപൂർവമായ വിചാരണയ്ക്കുമുള്ള അവകാശം ഇതുവഴി നിഷേധിക്കപ്പെടുകയാണ്. കലാപ ഗൂഢാലോചന കേസിൽ വിചാരണയാവട്ടെ അനിശ്ചിതമായി നീളുന്നു. വിചാരണ കഴിഞ്ഞ തടവിലുള്ളവർ ശിക്ഷാർഹരോ അല്ലയോ എന്ന് തീരുമാനിക്കാനാകൂ. അപ്പോൾ ജുഡീഷ്യൽ നടപടിക്രമത്തിലെ കാലവിളംബത്തിന്റെ പേരിലാണ് ഒരു വേള നിരപരാധികൾ എന്ന് തെളിഞ്ഞേക്കാവുന്ന 2 ചെറുപ്പക്കാരെ നീണ്ടകാലം തടവിലിടുന്നത്. ഇത് നിയമമായിരിക്കാം, പക്ഷേ നീതിയല്ല. നിയമം അധികാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് നീതിയുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജുഡീഷ്യറിയാണ്. മോദി സർക്കാരിന്റെ വിവാദ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവരാണ് വിദ്യാർത്ഥി നേതാക്കൾ. ആ സമരത്തിനെതിരെ ഹിന്ദുത്വ സംഘടനകൾ രംഗത്ത് വന്നതിനെ തുടർന്ന് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപമുണ്ടായി. അതോടെ ഡൽഹി പോലീസ് UAPA കേസെടുത്ത് സമരക്കാരെ ജയിലിൽ അടച്ചു. ഉമർ ഖാലിദിനും മറ്റും ജാമ്യം നിഷേധിച്ചു വന്നിട്ടുള്ളത് അവർ UAPA കേസിലെ പ്രതികളായതിനാലാണ്. ഒരു ജനകീയ സമരത്തിനെതിരെ UAPA ചുമത്തിയത് വിയോജിപ്പിനെ അടിച്ചമർത്താനുള്ള രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതേസമയം ജാമ്യത്തിന്റെ കാര്യത്തിൽ കോടതികൾക്ക് UAPA നിയമം അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നുണ്ട്. ഇതിനർത്ഥം രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ പോലീസിന്റെയോ പക്ഷപാതപരമായ തീരുമാനപ്രകാരമായാലും UAPA ചുമത്തുന്നതോടെ അനിശ്ചിതകാല തടവ് ശിക്ഷ തീർച്ചപ്പെടുന്നു എന്നാണ്. അതായത് കുറ്റവാളികളെ തീരുമാനിക്കാനുള്ള വിചാരണ ജുഡീഷ്യറി ആരംഭിക്കുന്നതിന് മുൻപേ എക്സിക്യൂട്ടീവ് UAPA വകുപ്പ് ചുമത്തുക വഴി വിയോജിക്കുന്നവരെ ശിക്ഷിച്ചു തുടങ്ങുന്നു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 6 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചവർ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ തന്നെയോ എന്ന് കോടതി പരിഗണിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല. പോലീസിന്റെ തീരുമാനമനുസരിച്ച് ചുമത്തുന്ന UAPA വകുപ്പിന്റെ പ്രയോജനം ഇതാണ്. അത് കുറ്റവാളികളെ തീരുമാനിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം ഫലത്തിൽ എക്സിക്യൂട്ടീവിന് നൽകുന്നു. നിയമവാഴ്ചയെയും നീതിന്യായ നിർവഹണത്തെയും ഇത് പരിഹാസ്യമാക്കുന്നുണ്ട്. വർഷങ്ങളോളം തടവിൽ കഴിയുന്നവർ നിരപരാധികളാണെന്ന് ഒടുവിൽ കണ്ടെത്തിയാൽ ചെയ്തുപോയ തെറ്റുതിരുത്താൻ ഭരണകൂടത്തിനോ ജുഡീഷ്യറിക്കോ ആവില്ല. UAPA ചുമത്തപ്പെട്ട് 2 പതിറ്റാണ്ടിലധികം ജയിലിൽ കഴിഞ്ഞ ശേഷം കുറ്റമുക്തരാക്കപ്പെടുന്നവരുമുണ്ട്. ഇങ്ങനെ പലതവണ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട നിയമത്തെ നീതിക്ക് മേലെ പ്രതിഷ്ഠിക്കാനാണ് താല്പര്യം. വിചാരണ നീണ്ടുപോകുന്നതിന് പ്രതികളെ കുറ്റപ്പെടുത്താനാവില്ല. ഭരണകൂടത്തിന് താല്പര്യം അധികാരത്തിലാണ്, നീതിയിലല്ല. നീതി നടപ്പാകുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് കോടതികളാണ്. വിചാരണ തടവുകാർക്ക് വർഷങ്ങളോളം ജാമ്യം നൽകാതിരിക്കുന്ന നീതികേട് പരിഹരിക്കാൻ കോടതികൾക്ക് തന്നെ നിയമ തടസ്സം തോന്നുന്നുവെങ്കിൽ അത് ഒരു ഏറ്റുപറച്ചിൽ കൂടിയാണ്. ഭരണകൂടത്തിന്റെ അമിതാധികാരത്തിന്റെ ജുഡീഷ്യറിയുടെ മെല്ലപ്പോക്കിന്റെ ഇരയായിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പൗരന്മാർ എന്ന ഏറ്റുപറച്ചിൽ. മാധ്യമം പോഡ്കാസ്റ്റ്.